ഹായ് ഫ്രണ്ട്സ്, ഈ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഉപയോഗിച്ച് അതിലെ ക്രോം, ഒപ്പേര മിനി, ഫയർഫോക്സ് പോലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് സെർച്ച് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് വഴി ആ വെബ് ഡൊമെയിൻ ഏത് സെർവറിലാണോ ഉള്ളത് ആ സെർവറിൽ നിന്നും ആ ഡൊമെയിനിൻ്റെ വെബ്സൈറ്റിനെ തിരികെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുന്നു. തിരികെ കമ്പ്യൂട്ടറിലെത്തിയ വെബ്സൈറ്റ് HTML അല്ലെങ്കിൽ PHP പോലുള്ള വെബ് ഡോക്യുമെൻറ്റുകളായിട്ടായിരിക്കും. ഇതിനെ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിച്ച അതേ ബ്രൗസർ ആ ഡോക്യുമെൻറ്റുകളെ അതിൻ്റെ യഥാർത്ഥ വെബ് പേജ് രൂപത്തിലേക്ക് മാറ്റി നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നു. ഒന്നും കൂടി വ്യക്തമാക്കാം. നമ്മൾ ബ്രൗസർ വഴി ഒരു വെബ് അഡ്രസ്സ്, ഉദാഹരണത്തിന് www.mywebsite.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു. ശേഷം ആ ഡൊമെയിൻ ഏത് സെർവറിലാണോ ഉള്ളത് അവിടെ നിന്നും ആ വെബ്സൈറ്റിനെ തിരികെ നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കുന്നു. ഈ തിരികെ എത്തിയ വെബ്സൈറ്റ് HTML അല്ലെങ്കിൽ PHP പോലുള്ള വെബ് ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും. അതിനെ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിച്ച അതേ ബ്രൗസർ തന്നെ അതിൻ്റെ യഥാർത്ഥ വെബ് പേജ് രൂപത്തിലാക്കി നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നു. ഇവിടെ സെർവറിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറിലെത്തിയ വെബ്സൈറ്റിൽ നിരവധി വെബ് പേജുകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിരവധി വെബ് പേജുകൾ ഉള്ളതാണ്. ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമ്മൾ ആദ്യം സ്ക്രീനിൽ കാണുന്നത് ആ വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ്. ഈ ഹോം പേജിൽ കാണുന്ന എബൌട്ട് അസ്, കോൺടാക്റ്റ് അസ് പോലുള്ള ബട്ടണുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജുകൾ തുറന്നു വരുന്നു. അതായത് എബൌട്ട് അസ്, കോൺടാക്റ്റ് അസ് ഇവയെല്ലാം വെവ്വേറെ പേജുകളാണ്. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു വീഡിയോ കാണിക്കാം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് വാട്സപ്പ്. ഇത് മൊബൈൽ ആപ്പ് വഴിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വാട്സപ്പ് ഒരു വെബ്സൈറ്റ് ആണെന്ന് സങ്കല്പിക്കുക. www.whatsapp.com ആണ് അതിൻ്റെ ഡൊമൈൻ നെയിം എന്നും സങ്കല്പിക്കുക. ഈ ഡൊമൈൻ നെയിം വഴി വാട്സപ്പിലേക്ക് പ്രവേശിക്കുന്നു. ഫസ്റ്റ് തുറന്നു വരുന്നതാണ് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. അതായത് നമ്മൾ വാട്സപ്പ് ആപ്പിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന പേജ്. ഇവിടെ നമുക്ക് കാണാം ചാറ്റാണ് ഹോം പേജ്. അതിൻ്റെ സമീപം സ്റ്റാറ്റസ് ബട്ടൺ, അതിൻ്റെ സമീപം കോൾ ബട്ടൺ. ഇവിടെ സ്റ്റാറ്റസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്റ്റാറ്റസ് പേജ് തുറന്നു വരുന്നു. കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോൾ പേജ് തുറന്നു വരുന്നു. ഇനി ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ പേജും തുറന്നു വരുന്നു. പ്രൊഫൈൽ പേജിലെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തിരിച്ച് ഹോം പേജിലേക്കും വരുന്നു. അതായത് ഇവിടെ മൊത്തം 4 പേജുകളാണ് ഉള്ളത്. ചാറ്റ് പേജ്, സ്റ്റാറ്റസ് പേജ്, കോൾ പേജ്, പിന്നെ പ്രൊഫൈൽ പേജും. ചാറ്റ് പേജാണ് ഹോം പേജ്. സ്റ്റാറ്റസ് ബട്ടൺ സ്റ്റാറ്റസ് പേജുമായി കണക്ട് ചെയ്തിരിക്കുന്നു. കോൾ ബട്ടൺ കോൾ പേജുമായി കണക്ട് ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ഐക്കൺ പ്രൊഫൈൽ പേജുമായി കണക്ട് ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ പേജിലെ ബാക്ക് ബട്ടൺ ഹോം പേജുമായി കണക്ട് ചെയ്തിരിക്കുന്നു. സ്റ്റാറ്റസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് പേജ് വരുന്നു. കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൾ പേജ് വരുന്നു. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈൽ പേജ് വരുന്നു. ഇവിടുത്തെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ച് ഹോം പേജിലേക്ക് തന്നെ വരുന്നു. അതായത് വാട്സപ്പ് എന്ന വെബ്സൈറ്റിൽ 4 പേജുകളാണുള്ളത്. ഈ 4 പേജുകളും എങ്ങനെ വരുന്നെന്ന് മനസ്സിലായി. ഇനി നമുക്കിത് റിയൽ വെബ്സൈറ്റിൽ നോക്കാം. PSC ടീച്ചർ എന്ന വെബ്സൈറ്റാണ് നമ്മൾ നോക്കുന്നത്. www.pscteacher.in എന്ന ഡൊമൈൻ വഴി നമുക്ക് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹോം പേജിലാണ്. ഇവിടെ മുകളിൽ നമുക്ക് കാണാം ഹോം, എബൌട്ട് അസ്, കോൺടാക്റ്റ് അസ്, ഡിസ്ക്ലൈമർ, പ്രൈവസി പോളിസി. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ പേജ് തന്നെ റീലോഡ് ചെയ്ത് നിൽക്കുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഹോം പേജിലാണ് ഉള്ളത്. ഇവിടെ എബൌട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എബൌട്ട് പേജ് തുറന്നു വരുന്നു. ഇവിടെ മുകളിൽ നമുക്ക് കാണാം എബൌട്ട് പേജിൻ്റെ അഡ്രസ്സ്. ഇതാണ് എബൌട്ട് പേജിൻ്റെ അഡ്രസ്സ്. ഇനി കോൺടാക്റ്റ് അസ് ബട്ടൻ്റെ മുകളിൽ മൗസ് പോയിൻ്റ് വെച്ചാൽ ഇടതുഭാഗത്ത് താഴെ ഒരു അഡ്രസ്സ് കാണാം. അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ അഡ്രസ്സിലുള്ള പേജായിരിക്കും തുറന്നു വരിക. നമ്മൾ കോൺടാക്റ്റ് അസ് ക്ലിക്ക് ചെയ്യുന്നു. കോൺടാക്റ്റ് പേജ് തുറന്നു വന്നു. ഇവിടെ കോൺടാക്റ്റ് പേജിൻ്റെ അഡ്രസ്സ് നോക്കിയാൽ മനസ്സിലാവും തൊട്ട് മുമ്പ് താഴെ കണ്ട അതേ അഡ്രസ്സാണ് ഇത്. അതുപോലെ ഡിസ്ക്ലൈമർ ബട്ടൻ്റെ മുകളിൽ മൗസ് പോയിൻ്റർ വെച്ചാൽ താഴെ കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ ഏത് പേജിലേക്കാണ് പോകുന്നതെന്ന്. ഡിസ്ക്ലൈമർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഡിസ്ക്ലൈമർ പേജ് തുറന്നു വന്നു. ഇവിടെ മുകളിൽ അഡ്രസ്സ് നോക്കിയാൽ മനസ്സിലാവും നേരത്തെ താഴെ കണ്ട അതേ അഡ്രസ്സ് തന്നെയാണ്. അതുപോലെ ഹോം ബട്ടൻ്റെ മുകളിൽ മൗസ് പോയിൻ്റർ വയ്ക്കുന്നു. ഇപ്പോൾ താഴെ കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ ഏത് പേജിലേക്കാണ് പോകുന്നതെന്ന്. താഴത്തെ അഡ്രസ്സ് നോക്കിയാൽ മനസ്സിലാവും അത് ഈ സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം തന്നെയാണ്, www.pscteacher.in. അതായത് അതാണ് ഈ സൈറ്റിൻ്റെ ഹോം പേജ്. അതുപോലെ ഇവിടെ മുകളിൽ നോക്കിയാൽ നമുക്ക് കാണാം നിരവധി സോഷ്യൽ മീഡിയയുടെ ഐക്കണുകൾ. ഓരോ ഐക്കണിലും മൗസ് പോയിൻ്റർ വെച്ച് നോക്കിയാൽ താഴെ നമുക്ക് മനസ്സിലാക്കാം അതെല്ലാം വേറെ വേറെ പേജുകളിലേക്കാണ് നാവിഗേറ്റ് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ ട്വിറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ സൈറ്റിൻ്റെ ട്വിറ്റർ അക്കൗണ്ടാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നതെന്നും ഒരു വെബ്സൈറ്റിൽ നിരവധി വെബ് പേജുകൾ ഉണ്ടെന്നും ഈ പേജുകളെല്ലാം പരസ്പരം കണക്റ്റഡ് ആണെന്നും മനസ്സിലായി.
നമ്മൾ അവസാനം നിർമ്മിക്കുന്ന പ്രൊജക്റ്റിൽ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ച് അതിൽ വെബ് പേജുകളെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായി മനസ്സിലാവും. സോ അടുത്ത വീഡിയോയിൽ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കായ എങ്ങനെ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാം, ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം.